സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നു എന്നെ ആർ വിടുവിക്കും? ഇത് ഒരു പാപി ചെയ്യുന്ന നിലവിളിയല്ല, ഇതൊരു വ്യർത്ഥനായ മനുഷ്യന്റെ നിലവിളി അല്ല, വിശുദ്ധനായ പൗലോസ് എന്ന് വിളിക്കപ്പെടുന്ന ദൈവദാസന്റെ നിലവിളിയാകുന്നു. അയ്യോ, ഞാനൊരു അരിഷ്ടനായ മനുഷ്യൻ. മനുഷ്യന്റെ ഈ ലോകത്തെ ജീവിതത്തെക്കുറിച്ച് ഓർത്താൽ അത് ദൗർഭാഗ്യകരമായ ജീവിതം ആണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയുകയില്ല. നാം ദിവസങ്ങൾ ചെല്ലുന്തോറും ക്ഷീണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു നല്ല ആരോഗ്യവനായി ജനിച്ചതായ ഒരു കുഞ്ഞ് കുറേ മാസങ്ങളും വർഷങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമായി പ്രായം ചെന്ന് വാർദ്ധക്യത്തിൽ എത്തുന്നു. അവൻ്റെ ശരീരം ക്ഷീണിച്ചുകൊണ്ടേയിരിക്കും. ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാനിടയാകും. ദിനംതോറും നാം ക്ഷീണിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ രാവിലെ എഴുന്നേറ്റാലുടൻ തന്നെ മനുഷ്യൻ ഓട്ടമാണ്, നെട്ടോട്ടമാണ്. പണം സമ്പാദിക്കുവാൻ, പല പല കാര്യങ്ങൾ ചെയ്യുവാൻ, വീട് കെട്ടുവാൻ, അത് ചെയ്യുവാൻ, ഇത് ചെയ്യുവാൻ. ഭക്ഷണം കഴിക്കുന്നുണ്ട്. എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു എന്ന് പറയും. ഇവിടെ ഇതാ മനുഷ്യന്റെ ജീവിതത്തിൽ എത്ര കഴിച്ചാലും അവന് സംതൃപ്തിയില്ല, എത്ര വാങ്ങിക്കൂട്ടിയാലും അവന് സംതൃപ്തി ഇല്ല, എത്രമാത്രം സമ്പാദിച്ചാലും. ഒരു കുട്ടിയെ വളർത്തി വലുതാക്കി ഒരു നിലയിലെത്തിക്കണമെങ്കിൽ എത്രമാത്രം മാതാപിതാക്കൾ അധ്വാനിക്കണമെന്ന് അറിയാമോ? ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ കൺമണി പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതിനെ ഡോക്ടറിന്റെ അടുക്കൽ കൊണ്ടുപോയി, അതുപോലെ സ്കൂളിൽ വിട്ട് അവനെ പഠിപ്പിച്ച് അത് ചെയ്ത് ഒരു രീതിയിൽ വളർത്തി വലുതാക്കി പ്രായമാകുമ്പോൾ അവൻ മാതാപിതാക്കളോട് ചോദിച്ചും, നിങ്ങൾ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത്? എനിക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ചോദിക്കും. മോനെ, ഞാൻ നിന്നെ 10 മാസം നൊന്ത് പ്രസവിച്ചതാണെന്ന് പറഞ്ഞാൽ അതൊന്നും വലിയ കാര്യമല്ലെന്ന് മകൻ പറയും. മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ അവർ മനസ്സിലാക്കുന്നില്ല. മനുഷ്യർക്ക് നന്ദിയില്ല, മനുഷ്യർക്ക് സംതൃപ്തി ഇല്ല. ഇത് ദൗർഭാഗ്യകരമാണ്. ഞാൻ എന്തൊക്കെയോ സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് അവൻ വിചാരിക്കുന്നു. ഞാൻ കുറെ ഡിഗ്രികൾ സമ്പാദിച്ചിട്ടുണ്ടെന്ന് അവൻ അഹങ്കരിക്കുന്നു. മനുഷ്യൻ എന്തൊക്കെയോ വലിയ വ്യക്തിയാണെന്ന് വിചാരിക്കുന്നു. എന്നാൽ അവന്റെ ജീവിതം എത്രമാത്രം നിസ്സാരമാണെന്ന് ഒരുവൻ ക്രിസ്തുവിലേക്ക് അടുക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഒരു വ്യക്തി തന്റെ അവസ്ഥ മനസ്സിലാക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ നിലവിളിക്കും, അയ്യോ, ഞാനൊരു അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നു എന്നെ ആർ വിടുവിക്കും? ഈ നശിച്ചു പോകുന്ന മണ്ണായിരിക്കുന്ന ശരീരത്തിൽ നിന്നു എന്നെ ആർ വിടുവിക്കും? പൗലോസ് ഇത് എഴുതുന്നതായ സമയത്ത് റോമയിൽ ആരെങ്കിലും ഒരു വ്യക്തിയെ കൊല്ലുകയാണ് എങ്കിൽ തൂക്കുമരണമായിരുന്നു ശിക്ഷ. ഇപ്പോഴും നമ്മുടെ രാജ്യത്തിൽ വധശിക്ഷ ഉണ്ട് എന്നൊക്കെ പറയും. എന്നാൽ അങ്ങനെയുള്ള ആളുകളെ ഒന്നും ശിക്ഷിക്കാതെ വെറുതെ അവർ നിർത്തുക മാത്രമാണ്. എന്നാൽ ആ കാലത്ത് ആരെങ്കിലും ഒരാൾ കൊല്ലുകയായിരുന്നു എങ്കിൽ ആ കൊന്നവന്റെ തോളിൽ ആ മരിച്ചവന്റെ ബോഡി കെട്ടിവെക്കുമെന്നാണ്. ആ 2-3 ദിവസമൊക്കെ നല്ല മണമുണ്ടായിരിക്കും, അതായത് സെന്റും പൂക്കളൊക്കെ ഉണ്ടല്ലോ. എന്നാൽ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ ശവത്തിന്റെ ദുർഗന്ധം എന്ന് വെച്ചാൽ അത് ഭയങ്കരമായ ദുർഗന്ധമായിരിക്കും. ഒരു ജന്തുക്കൾക്കും അത്ര ദുർഗന്ധം കാണില്ല. തേളിന് കൊമ്പിലാണ് വിഷം, പാമ്പിന് പല്ലിലാണ് വിഷം, മനുഷ്യനാണെങ്കിൽ ശരീരം മുഴുവൻ വിഷമാണെന്നാണ്. ആ ഡെഡ് ബോഡി അവന്റെ ശരീരത്തിൽ കെട്ടിവെച്ചിരിക്കുമ്പോൾ അവന് ദുർഗന്ധം സഹിക്കാൻ പറ്റാതെ അവൻ ഓടുമെന്നാണ് പറയുന്നത്. അവനങ്ങനെ ഓടിപ്പോകുമ്പോൾ ശവം എന്താണ് ചെയ്യുന്നത്? അവന്റെ ശരീരത്തോട് തന്നെ അങ്ങനെ ചേർന്നിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന മാംസമൊക്കെ അടർന്ന് വീണ്ടും ദുർഗന്ധമാകാനിടയാകും. അയ്യോ 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 എന്ന് നിലവിളിക്കും. ആരെങ്കിലും അവനെ അഴിച്ചുവിടുകയാണെങ്കിൽ 2 പേരെയും പിന്നെ കൂട്ടിക്കെട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പിന്നെ ആരാണ് വിടുവിക്കുന്നത്? ആരും അവനെ അഴിച്ചുവിടുകയില്ല. അവസാനം അവൻ ഓടി നടന്ന ആ ദുർഗന്ധം സഹിക്കവയ്യാതെ അവസാനം അവനും അങ്ങനെ വീണു മരിക്കുമെന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ഉപമയായിട്ട് പൗലോസ് എഴുതിയിരിക്കുന്നത്. എപ്പോഴാണോ നാം രക്ഷിക്കപ്പെടുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും ജനനം സംഭവിക്കുകയാണ്. അതുകൊണ്ടൊരു വ്യക്തി വീണ്ടും ജനനം പ്രാപിക്കുന്ന സമയത്ത് പാപം എന്താണെന്ന് അവൻ മനസ്സിലാകും, തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അവന് മനസ്സിലാകും. തന്റെ മനസ്സാക്ഷിയെ കാത്തു സൂക്ഷിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എവിടെയാണുള്ളത്? ആ ജഡശരീരത്തിലാണ് അവനായിരിക്കുന്നത്. എവിടെയാണ് ജീവിക്കുന്നത്? ലോകത്തിന്റെ അധികാരിയായിരിക്കുന്ന പിശാചിന്റെ ഇടത്താണ് ജീവിക്കുന്നത്. ലോകത്തിൽ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇതൊന്നും പിതാവിൽ നിന്ന് വന്നത് അല്ല. ലോകത്തെയും ലോകത്തിനുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുത്. നിങ്ങൾ ലോകത്തിൽ ജീവിക്കുക, എന്നാൽ ലോകത്തിൽ നിന്ന് നിങ്ങൾ വേർതിരിഞ്ഞ് പാപത്തിൽ നിന്ന്
വേർതിരിഞ്ഞ് വിശുദ്ധരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ കർത്താവ് പറയുന്നു. അതുകൊണ്ട് ഇവിടെ എന്താണ് പറയുന്നത്? ജഡത്തിനും ആത്മാവിനും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ജഡമാണെങ്കിൽ പാപം ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ആത്മാവാണെങ്കിൽ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു. ഈ രണ്ട് പോരാട്ടങ്ങളുടെ നടുവിൽ ഞെരുങ്ങുന്നതായ മനുഷ്യൻ ചില സമയത്ത് ഇതുപോലെ പറയാനിടയാകും: ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ആത്മാവിന് ആവശ്യമായുള്ളത് ആത്മാവിന് കൊടുക്കണം, ശരീരത്തിന് ആവശ്യമായത് ശരീരത്തിന് കൊടുക്കണം. ശരീരത്തിന് എന്തൊക്കെയാണ് ആവശ്യമായിരിക്കുന്നത്? ആഹാരം, വസ്ത്രം. അതുകൊണ്ട് മതിയാകുമോ? എന്ത് തിന്നും, എന്ത് ധരിക്കും, എന്ത് സമ്പാദിക്കും, എന്ത് വാങ്ങിക്കൂട്ടും, എവിടെ ഫ്ലാറ്റ് വാങ്ങിക്കൂട്ടും, ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുവാൻ കഴിയും, എവിടെ ജോലി ചെയ്യാം, എങ്ങനെ ദുബായിൽ പോകാം, എങ്ങനെ സമ്പാദിച്ചു കൂട്ടാം, ഇവിടെ വിട്ട് പഠിപ്പിക്കാം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ. മനുഷ്യൻ അങ്ങനെ എത്രയോ ആഗ്രഹങ്ങളാണ് ഉള്ളത്. ഒരു കൊച്ചുകുട്ടിയെ വിളിച്ചിട്ട് ചോദിക്കൂ, നിനക്ക് എന്ത് വേണമെന്ന്. എന്ത് വേണമെന്ന് ചോദിച്ചാൽ അവൻ പറയും ഫോൺ വേണമെന്ന്, ചോക്ലേറ്റ് അല്ല. എന്താണ്? ഭക്ഷണമല്ല, അവൻ ഭക്ഷണം കഴിക്കില്ല. സെൽഫോൺ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവൻ കഴിക്കില്ല. ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ ശീലിപ്പിക്കരുത്. അങ്ങനെ ശീലിപ്പിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഐസൈറ്റ് പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്, അവർക്ക് ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളും അതുപോലെ ഫോൺ നോക്കിക്കൊണ്ട് ആഹാരം കഴിക്കാൻ പാടില്ല. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ആഹാരം നിങ്ങൾ കഴിക്കേണ്ടതാണ്. എന്നാൽ തീറ്റിപ്രിയരാകുവാൻ, മദ്യപാനപ്രിയരാകുവാൻ ഒരിക്കലും നാം പാടില്ല. തീറ്റിപ്രിയന്മാർ ബലവാന്മാരാകുമോ? ദരിദ്രനായി മാറുമെന്നാണ് ബൈബിളിൽ പറയുന്നത്. ശരീരത്തിന് ആവശ്യമായതെല്ലാം നാം നേടുന്നുണ്ട്, ശരീരത്തിന് ആവശ്യമായ സകലതും നാം വാങ്ങിക്കൂട്ടാറുണ്ട്. എന്നാൽ ആത്മാവിനെ നാം സംരക്ഷിക്കുന്നുണ്ടോ? ഒരു വീട്ടിൽ ഒരു കറുത്ത പട്ടിയും വെളുത്ത പട്ടിയും ഉണ്ടായിരുന്നു. ആ വീട്ടുകാരിക്ക് അവിടുത്തെ എന്തുകൊണ്ടോ കറുത്ത പട്ടിയാണ് ഇഷ്ടം, വെളുത്ത പട്ടിയെ ഒട്ടും തന്നെ ഇഷ്ടമില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ആ കറുത്ത പട്ടിക്ക് നല്ല ഇറച്ചിയും ആഹാരവും മുട്ടയും നല്ല നല്ല ഭക്ഷണം കൊടുക്കാറുണ്ട്. എന്നാൽ ഈ വെളുത്ത പട്ടിക്ക് ബാക്കി വന്ന കഞ്ഞി ഉണ്ടെങ്കിൽ അത് മാത്രം അല്പം കൊടുക്കും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈ വെളുത്ത നായ്ക്ക് എന്തു പറ്റി? അത് തീരെ മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു. കറുത്ത പട്ടി എങ്ങനെയിരിക്കും? നല്ലവണ്ണം തടിച്ചു കൊഴുത്ത് ഇരിക്കുന്നതാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കുകയാണെങ്കിൽ ആരാണ് ജയിക്കുന്നത്? ആര് ജയിക്കും? കറുത്ത പട്ടിയായിരിക്കും. കറുത്ത പട്ടി നമ്മുടെ ശരീരവും വെളുത്ത പട്ടി നമ്മുടെ ആത്മാവുമാണ്. കറുത്ത പട്ടിക്ക് ആഹാരം കൊടുക്കുന്നുണ്ടോ അതോ വെളുത്ത പട്ടിക്കാണ് ആഹാരം കൊടുക്കുന്നത്? കറുത്ത പട്ടിക്ക് ഇറച്ചിയും അതുപോലെ മുട്ടയും കൊടുക്കുന്നു. അതുപോലെ കറുത്ത പട്ടിക്ക് പാല്, കോംപ്ലാന്, ബിസ്ക്കറ്റ് എല്ലാം കൊടുക്കുന്നു. എന്നാൽ വെളുത്ത പട്ടിക്ക് നിങ്ങൾ എന്താണ് കൊടുക്കുന്നത്? എല്ലാം കറുത്ത പട്ടിക്കാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വെളുത്ത പട്ടിക്ക് മാത്രം ഞായറാഴ്ച ദൈവദാസൻ വന്നിട്ട് കുറച്ച് കഞ്ഞി ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഒഴിച്ചു കൊടുക്കും. യേശുവേ. വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുകയില്ല, വീട്ടിൽ വെച്ച് ബൈബിൾ വായിക്കുകയില്ല. ഞായറാഴ്ച സഭയിൽ ചെന്നാണ് കർത്താവേ എന്നെ ജീവിപ്പിക്കണമേ. ആ ഒരു ദിവസമാണ് ഭക്തി ഉണ്ടാകുന്നത്, ഞായറാഴ്ച മാത്രം. തിങ്കളാഴ്ച മുതൽ വീണ്ടും പഴയതുപോലെ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ കറുത്ത പട്ടിയെ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആത്മാവിന് ശക്തിയുള്ളവരായിരിക്കണമെങ്കിൽ ആത്മാവിന് നന്മയായിട്ടുള്ളതായ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ആത്മാവ് ബലപ്പെടുത്തുന്നു. കർത്താവിനെ ആരാധിക്കുമ്പോൾ ആത്മാവ് സന്തോഷിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിലൂടെ ആത്മാവിനെ ബലപ്പെടുത്തുന്നതായ സമയത്ത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നുവെന്ന് കർത്താവ് പറയുകയുണ്ടായി. അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളോടും പറയാം. കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്, അവർക്ക് നല്ല ടിഫിൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിടുന്നുണ്ട്, നല്ല ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുവെങ്കിലും അവരെ സൺഡേ സ്കൂളിൽ പോലും ഞായറാഴ്ച കൊണ്ടുപോകത്തില്ല. അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് അവരെ പ്രാർത്ഥിച്ചിട്ട് അയക്കുകയില്ല. അതുപോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതിന് അവരെ പ്രാർത്ഥന പഠിപ്പിക്കില്ല. ചെറുപ്പം മുതൽ തന്നെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കൂ, കണ്ണടയ്ക്കൂ, പ്രാർത്ഥിക്കാൻ പഠിക്കൂ, ഇത് പഠിപ്പിക്കുകയില്ല. എന്താണ് പഠിപ്പിക്കുന്നത്? മൊബൈൽ നോക്കാൻ വേണ്ടി, കാർട്ടൂൺ ചിത്രങ്ങൾ കാണാൻ വേണ്ടി, സിനിമ കാണാൻ വേണ്ടി, അതുപോലെ TV കാണാൻ വേണ്ടി ശീലിപ്പിക്കുന്നു. ശല്യം ചെയ്യാതെ പോയി TV കാണുവാൻ വേണ്ടി പറയുന്നു. അവസാനം കുഞ്ഞുങ്ങൾ TV തന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. എന്താണ്? നിന്റെ മക്കൾക്ക് ആത്മീയ ആഹാരം കൊടുക്കൂ, നീയും ആത്മീയ ആഹാരം ഭക്ഷിക്കൂ. പൗലോസ് പറയുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. ശരീരം ആഗ്രഹിക്കുന്നതെല്ലാം സാധിപ്പിക്കാൻ വേണ്ടി, ഇഷ്ടപ്പെടുന്നതെല്ലാം സാധിപ്പിക്കാൻ വേണ്ടി നാം അടിമയായി തീരുന്നു എങ്കിൽ നാം ജഡത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ആത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സെന്റ് ഫ്രാൻസിസ് എന്ന ഭക്തൻ തന്റെ ശരീരത്തെ കഴുത എന്നാണ് വിളിച്ചിരുന്നത്. ദൈവവേല ചെയ്യാൻ വേണ്ടി മടിച്ചിരിക്കുകയാണെങ്കിൽ എഴുന്നേക്കൂ എന്ന് പറഞ്ഞ് തൻ്റെ ശരീരത്തെ താൻ തന്നെ ശിക്ഷിക്കുമായിരുന്നു. നിനക്കെന്താ റെസ്റ്റ് വേണമോ? എപ്പോഴെങ്കിലും നിങ്ങളെ തന്നെ നിങ്ങൾ അങ്ങനെ ശിക്ഷിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരെ ശിക്ഷിക്കും, ശരിയല്ലേ? മറ്റുള്ളവരെ നാം വഴക്ക് പറയും, ബുദ്ധിയില്ല, ബോധമില്ല, വിവരമില്ല, മടിയാണെന്ന് പറയും. എന്നാൽ നിങ്ങൾ മടിയാണോ നിനക്ക്, എഴുന്നേൽക്കൂ എന്ന് നിന്നോട് തന്നെ നീ പറഞ്ഞ് നിയന്ത്രിക്കുന്നുണ്ടോ? നിന്റെ ശരീരത്തെ നീ നിയന്ത്രിക്കുന്നുണ്ട് എങ്കിൽ നിനക്ക് ശരീരത്തെ ജയിക്കുവാൻ കഴിയും.
എപ്പോഴും ശരീരത്തിന്റെ ഇച്ഛകൾ നമ്മെ താഴോട്ട് വലിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. നമ്മെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ മേൽ അധികം ശക്തി അത് പ്രയോഗിച്ചുകൊണ്ടിരിക്കും. കാരണം മണ്ണിൽ നിന്ന് വന്നതുകൊണ്ട് ആ മണ്ണ് നമ്മെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ലോകത്തിൽ പാപം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ഈ പാപകരമായ ലോകം നമ്മെ ആകർഷിക്കും. അതുകൊണ്ടാണ് കർത്താവിന് വേണ്ടി ഒരു വ്യക്തി ലോകത്തിൽ ജീവിക്കണമെങ്കിൽ അത് വലിയ പോരാട്ടമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഉയർന്ന ഒരു സ്ഥലത്ത് നിന്നിട്ട് നിറങ്ങി താഴേക്ക് വരുന്നത് പോലെ എളുപ്പമുള്ള കാര്യമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു കയറിൽ കൂടി നടക്കുന്നത് പോലെയാണ്. ഒരു കയറിൽ കൂടി നടക്കുന്നവനെ നോക്കൂ, അവൻ എങ്ങനെയാണ് നടക്കുന്നത്. ആ നേരത്തെ കയറിൽ കൂടി അവൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവൻ എന്തുകൊണ്ടാണ് വീഴാത്തതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? അവന്റെ ലക്ഷ്യം എവിടെയാണ്? അവന്റെ നോട്ടം ആ ലക്ഷ്യസ്ഥാനത്താണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ നോക്കിയാണെന്ന് വിചാരിക്കൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ അവൻ തലയും കുത്തി താഴെ വീഴുന്നത് കാണാം. ഒന്നാമത് ലക്ഷ്യത്തിലേക്ക് നോക്കി അവൻ നടക്കുന്നു. രണ്ടാമത് ആ വടി പിടിച്ചുകൊണ്ട് അവൻ നടക്കുന്നു. ആ വടി കൊണ്ട് അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവൻ ബാലൻസ് ചെയ്യുകയാണ്. നമ്മുടെ ബൈബിൾ കൊണ്ട് നാം ബാലൻസ് ചെയ്തുകൊണ്ട് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം നാം വിശ്വസ്തയോടെ ഓടുക. അവനും തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക്, ലാക്കിലേക്ക് ഓടി നമ്മെ കാണിച്ച ദൈവമാണ്. മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ഞാൻ നിനക്ക് ജീവകിരീടം നൽകുമെന്നാണ് പറഞ്ഞത്. വിശുദ്ധനായ പൗലോസ് തന്റെ ജീവിത അവസാന നാളുകളിൽ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം കാത്തു, ഇനി നീതിയുള്ള കിരീടം ഇതാ എനിക്കായി വച്ചിരിക്കുന്നു എന്ന്. ഈ കാലത്ത് പലരുടെയും ക്രിസ്തീയ ജീവിതം ഇടയ്ക്ക് വെച്ച് തകർന്നു പോകുന്നു. പിന്മാറിപ്പോകുന്ന അനേകം ആളുകളുണ്ട്. ഈ കാലത്ത് എത്രയോ ആളുകൾ തങ്ങളുടെ വിശ്വാസം ഇടയിൽ വെച്ച് ഉപേക്ഷിക്കുന്നു. അവിശ്വാസികളായി മാറുന്നുണ്ട്. നാമധേയ ക്രിസ്ത്യാനികളായി മാത്രം അവർ അവശേഷിക്കുന്നു. ഒരുവന്റെ ഹൃദയത്തിൽ നിന്ന് ദുരാത്മാവ് കടന്നുപോയതിനു ശേഷം, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷം എല്ലാം കഴിഞ്ഞുപോയി എന്ന് വിചാരിക്കരുത്. എന്നു മുതലാണോ നീ യേശുവിൽ ജീവിക്കുമെന്ന് തീരുമാനം എടുത്തത്, യേശുവിന്റെ രക്തത്താൽ നീ കഴുകൽ പ്രാപിച്ചത്, അന്നു മുതൽ നീ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ആത്മീയമായി ബലം പ്രാപിക്കുന്നതിന് വേണ്ടി, കർത്താവിന്റെ വചനത്താൽ ഹൃദയം നിറയ്ക്കുന്നതിന് വേണ്ടി നീ പരിശ്രമിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിന്നെ വിട്ടുപോയതായ പിശാച് വീണ്ടും തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. 30 വർഷം ഈ മനുഷ്യനെ ഞാൻ ഉപയോഗിച്ചതാണ്. ഇവന്റെ ഹൃദയത്തിൽ ഞാൻ 10-20 വർഷം വസിച്ചതാണ്. ഇവന്റെ ജീവിതത്തെ ഞാൻ നശിപ്പിച്ചതാണ്. ഇപ്പോൾ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്ന് നോക്കുന്ന സമയത്ത് നിന്റെ ഹൃദയം ശുദ്ധിയായി അടിച്ചു വൃത്തിയായി കിടക്കുന്നത് കാണുമ്പോൾ തന്നെക്കാൾ ബലമേറിയതായ വേറെ 7 പിശാചുകളെയും വിളിച്ചുകൊണ്ട് ഹൃദയത്തിൽ വരുമെന്നാണ് പറയുന്നത്. ഞാൻ ശ്രദ്ധിച്ചത് ഇതാണ്, ആദ്യമായി സുവിശേഷം കേൾക്കുന്നവരെ രക്ഷിക്കുന്നത് എളുപ്പമായതാണ്. ചെറുപ്പം മുതലേ വചനം കേൾക്കുന്നു, ഞങ്ങൾക്ക് സകലതും അറിയാമെന്ന് പറയുന്നവരെ സമ്മതിപ്പിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, യേശന എന്ന ദേവദാസിനെ കുറിച്ച് ഒരുപാട് കഥകൾ നാം കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ദിവസം ഒരു കാര്യം പറഞ്ഞു. ആ നാട്ടിൽ തുണി അലക്കുന്നതായ ഒരു വലിയ കല്ലുണ്ടായിരുന്നു. വസ്ത്രം അലക്കാവുന്ന വലിയ കല്ലില്ലേ, ആ കല്ലിൻ്റെ കീഴിൽ കുറച്ച് തവളകളുണ്ടായിരുന്നു. ആ തവളകളുടെ കൂടെ ഒരു പുതിയ തവള വരാൻ ഇടയായി. പിറ്റേ ദിവസം അലക്കുകാരൻ വന്നിട്ട് തുണി അലക്കാൻ വേണ്ടി ഓങ്ങി അലക്കിയപ്പോൾ ഈ പുതിയ തവള ഞെട്ടി വിറച്ച് എടുത്തു ചാടാനിടയായി. പഴയ തവളകൾ അപ്പോൾ പറഞ്ഞു, മോനെ നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, അവൻ കുറേ നേരം ഇങ്ങനെ ഇവിടെ അലക്കിയിട്ട് അവനങ്ങ് തിരിച്ചു പൊക്കോളും, നമുക്കതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള അടികൾ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ആ പുതിയ തവളയുടെ ഉള്ളിൽ ഒരുപാട് ഭയമുണ്ടായി. അത് പേടിച്ചു വിറയ്ക്കുകയാണ്. അയ്യോ അയ്യോ എന്ന് നിലവിളിക്കുന്നു. എന്നാൽ പഴയ തവളകൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ വന്നിട്ട് പോകും എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള മീറ്റിങ്ങിൽ പുതിയൊരു തവള വന്നിരിക്കുകയാണെന്ന് വിചാരിക്കൂ. നരകത്തിൽ പോകുമെന്ന് ദേവദാസൻ പറഞ്ഞാൽ, അയ്യോ നരകത്തിൽ പോകുമെന്നാണോ? പഴയ തവളകൾ എന്തു പറയുമെന്നറിയാമോ? ദൈവദാസനല്ലേ ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ, അങ്ങനെ പറഞ്ഞിട്ട് പൊക്കോളൂ. എന്താണ് യേശുക്രിസ്തു വരാൻ പോകുന്നു, അയ്യോ യേശുക്രിസ്തു വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പുതിയ ആൾക്കാർ തങ്ങളുടെ ഹൃദയത്തെ, ജീവിതത്തെ ശരിയാക്കിയെടുക്കുമ്പോൾ പഴയ ആളുകൾ യേശു വരാൻ പോവുകയാണ്, പണ്ട് മുതലേ ഞങ്ങൾ കേൾക്കുന്ന കാര്യം. എന്താണ് ഈ കാലത്ത് ക്രിസ്തീയ കൂട്ടത്തിൽ ഇതുപോലെയുള്ള പാറയായിപ്പോയ ഹൃദയങ്ങൾ ഉണ്ട്, മരവിച്ചു പോയ ഹൃദയങ്ങൾ ഉണ്ട്, മനസാക്ഷി മരവിച്ച ഹൃദയങ്ങൾ ഉണ്ട്. എപ്പോഴാണോ നിന്റെ മനസാക്ഷി പ്രവർത്തിക്കുന്നത്, നീ അപ്പോൾ നിലവിളിക്കാനിടയാകും. നിലവിളിക്കും, അയ്യോ ഞാൻ അരിഷ്ടനായ മനുഷ്യനെന്ന്. യെശയ്യാ പ്രവാചകൻ, വലിയ പ്രവാചകൻ പറയുകയാണ്, അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം.
വീടിനോട് വീട് ചേർക്കുന്നവരെ നിങ്ങൾക്ക് കഷ്ടം, വയലോട് വയൽ കൂട്ടുന്നവരെ നിങ്ങൾക്ക് കഷ്ടം, അയ്യോ കഷ്ടം, മദ്യപാനികളെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം കഷ്ടമെന്ന് എല്ലാവരും പ്രബോധിപ്പിച്ചിട്ട് ദേവാലയത്തിലേക്ക് പോയി. ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ട് അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ ചുറ്റും നിന്ന് ഓരോരുത്തർക്കും 6 ചിറകുകൾ ഉണ്ടായിരുന്നു. അവർ ദൈവത്തെ പാടി ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന് നടുവിൽ ഞാൻ വസിക്കുന്നു എന്ന് പ്രവാചകൻ നിലവിളിക്കുവാനിടയായി. ദൈവത്തിന്റെ സന്നിധിയിൽ വന്നതായ ആ സമയത്ത് തന്റെ അവസ്ഥയെ താൻ അശുദ്ധമായ അതരങ്ങളുള്ള ജനങ്ങളുടെ നടുവിൽ ആയിരിക്കുന്നു എന്നുള്ള കാരണത്താൽ എന്റെ നാവും എന്താണ് പറ്റിയത്? അശുദ്ധിയായി മാറി. നാം രാവിലെ എഴുന്നേറ്റാൽ അവിശ്വാസികളോടുകൂടെ, ലോകക്കാരോടുകൂടിയാണ് ആയിരിക്കുന്നത്. അവർ പറയുന്നതെല്ലാം നാം കേൾക്കുന്നു. നമ്മുടെ ഹൃദയത്തെ കാത്തുരക്ഷിക്കുന്നില്ല എങ്കിൽ അവർ സംസാരിക്കുന്നത് ആ ദോഷകരമായതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നു. നാം അറിയാതെ തന്നെ അവർ പറഞ്ഞ വാക്കുകൾ നാം ഉപയോഗിക്കാറുണ്ട്. നാം പോകുന്ന വഴിക്ക് പലപ്പോഴും സിനിമാ പാട്ടുകൾ കേൾക്കാറുണ്ടല്ലോ. അത് കേട്ടിട്ട് നാം വീട്ടിൽ ചെന്നിട്ട് അതേ പാട്ട് തന്നെ നാം അറിയാതെ അപ്പോൾ നിങ്ങളുടെ ഭാര്യ ചോദിക്കും, എന്താണ് സിനിമാ പാട്ടൊക്കെയാണ് പാടുന്നത്? അയ്യോ ഞാനെപ്പോഴാണ് പാടിയത്? നിങ്ങൾ അറിയാതെ തന്നെയാണ് പാടുന്നത്. ആ പാട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയാനിടയായി നിങ്ങൾ അറിയാതെ തന്നെ അത് പാടുവാൻ ഇടയാകുന്നു. നിന്റെ ഹൃദയത്തെ കാക്കുക, എല്ലാറ്റിനേക്കാളും നിന്റെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുക എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എപ്പോഴാണോ ഒരു വ്യക്തി ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നത്, അവന്റെ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ, കർത്താവിലേക്ക് വരുമ്പോൾ അവന്റെ കുറവുകൾ അവനെ മനസ്സിലാക്കുവാൻ കഴിയും. പാപം മൂലം, ദോഷം മൂലം മരിച്ചവരായിരിക്കുന്ന ആളുകൾക്ക് തങ്ങളുടെ തെറ്റുകൾ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എപ്പോഴാണോ നിന്നിലേക്ക് വരുന്നത്, അപ്പോൾ നിനക്ക് ആ പാപഭാരം വന്നിട്ട് അയ്യോ അയ്യോ എന്ന് നിലവിളിക്കുവാനിടയാകും. അപ്പോൾ ദൈവത്തോട് നിലവിളിക്കും, അയ്യോ ഞാൻ കള്ളനാകുന്നു, അയ്യോ ഞാൻ ദോഷിയാകുന്നു, അയ്യോ ഞാൻ വ്യഭിചാരിയാകുന്നു, അയ്യോ കർത്താവേ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു എന്ന് പറയുവാൻ കഴിയും. ദാവീദ് പാപം ചെയ്ത ശേഷം പശ്ചാത്തപിക്കുവാനിടയായി. എന്റെ ദോഷങ്ങളെ കഴുകണമേ എന്ന് ദൈവത്തോട് പറഞ്ഞു. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ എന്ന്, നിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് എടുക്കരുതേ എന്ന്, എനിക്ക് രക്ഷയുടെ സന്തോഷത്തെ തിരികെ തരണമേ. കർത്താവേ നീ ഹനനയാഗത്തിൽ പ്രസാദിക്കുന്നവനല്ല, എന്റെ പാപത്തിന് പകരം ബലി ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല, നീ തകർന്നും നുറുകിയുമിരിക്കുന്ന ഹൃദയമാണ് നീ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടി പശ്ചാത്താപത്തോടുകൂടി അവൻ പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി അവൻ മാറാനിടയായി. ഈ ദിവസം പാപം ചെയ്യുന്നത് തെറ്റാണ്, ചെയ്ത പാപം മറച്ചു വയ്ക്കുന്നത് തെറ്റാണ്. നിന്റെ പാപം ഏറ്റുപറഞ്ഞാൽ നിനക്ക് ക്ഷമ ലഭിക്കും. പരിശുദ്ധാത്മാവിന്റെ പ്രധാന കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ, കർത്താവ് പറഞ്ഞു, ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ഒരു സഹായിയെ അയക്കാം, ഞാൻ ഉപദേശിച്ച കാര്യങ്ങളെ അവൻ നിങ്ങൾക്ക് ഓർമ്മ വരുത്തും. പരിശുദ്ധാത്മാവ് പുതിയ ഉപദേശമല്ല നൽകുന്നത്, മറിച്ച് എന്താണ് ചെയ്യുന്നത്? യേശുക്രിസ്തു പറഞ്ഞു പോയ കാര്യങ്ങളെ അവൻ നിങ്ങൾക്ക് വന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് നോക്കാം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യം. അവൻ വന്നു പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്താനിടയാകും. പാപത്തെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തുകയാണ്. നിന്റെ അവസ്ഥയെ നിനക്ക് മനസ്സിലാക്കി തരുകയാണ്. നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുകയാണ്. നിന്റെ ഉള്ളത്തിന്റെ സ്ഥിതിയെ അവൻ നിനക്ക് ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ നീതിയുടെ മഹത്വം എന്താണെന്ന് നാം മനസ്സിലാക്കിയാൽ നമ്മുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന്റെ നീതി എന്താണ്, അവന്റെ വിശുദ്ധി എന്താണ്, അവന്റെ വ്യക്തിത്വം എന്താണ് എന്ന് ദൈവത്തെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തും. ആ ദൈവത്തിന്റെ മുൻപിൽ നാം എത്രമാത്രം നിസ്സാരനാകുന്നു എന്ന് നീ മനസ്സിലാക്കാൻ നിനക്ക് ബോധം വരുത്തി തരുന്നു. ദൈവത്തെ ദുഃഖിപ്പിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ വചനപ്രകാരം നീ ജീവിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു ന്യായവിധിയുണ്ട്. വിശ്വാസ ജീവിതം തമാശയല്ല. നമ്മുടെ ശരീരത്തിലിരിക്കുമ്പോൾ നാം ചെയ്തതായ സകല കാര്യത്തിനും, അത് നല്ലതാകിലും ചീത്തയാകിലും സകലത്തിനും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നീ പാപം ചെയ്യുമ്പോൾ, ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ നിന്നെപ്പോലെയാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നാം എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടും ദൈവം ഒന്നും മിണ്ടാതെ മൗനമായിരിക്കുകയാണ്. അവിടമുള്ള അതരത്തെയും വമ്പു പറയുന്ന നാവിനെയും ഛേദിച്ചു കളയുമെന്നാണ് ദൈവം പറഞ്ഞത്. ഒരുപക്ഷെ ഇവിടെ കള്ളം പറയുന്ന എല്ലാവരുടെയും നാവുകൾ ദൈവം ഛേദിച്ചു കളഞ്ഞാൽ ഇവിടെ പാട്ടുപാടാൻ പിന്നെ എത്ര ആളുകൾ ഉണ്ടായിരിക്കും? അവൻ ദീർഘക്ഷമ കാണിക്കുകയാണ്. അവൻ നമുക്ക് അവസരം നൽകുന്നു. എന്നാൽ അതിനെ ഉപേക്ഷയായി വിചാരിച്ചിട്ട് മനുഷ്യൻ തന്റെ സ്ഥിതിയെ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ന്യായവിധിയുണ്ട്. നീ മനുഷ്യരെ വഞ്ചിച്ചിരുന്നിരിക്കാം, കുറെ ആളുകളെ കുറെ കാലത്തേക്ക് വഞ്ചിച്ചിരുന്നിരിക്കാം. എന്നാൽ എല്ലായ്പ്പോഴും എല്ലാവരെയും നിനക്ക്
വഞ്ചിക്കുവാൻ കഴിയില്ല. ഒരുപക്ഷെ നീ എല്ലാവരെയും കബളിപ്പിച്ചാലും നിന്നെ സൃഷ്ടിച്ചതായ സൃഷ്ടികർത്താവിനെ കബളിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ പൗലോസിനെ പോലെ ദൈവസന്നിധിയിൽ നാം നിലവിളിച്ച്, അയ്യോ, ഞാൻ അരിഷ്ടനായ ഒരു മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ആർക്ക് വിടുവിക്കുവാൻ കഴിയും? ഒരു വ്യക്തിക്കും, ഒരു ഡോക്ടർക്കും, ഒരു മനുഷ്യനും നിന്നെ വിടുവിക്കാൻ കഴിയില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ! എന്റെ കർത്താവ് എന്നെ വിടുവിക്കും. പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കും. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കും. എന്റെ ശരീരത്തിലെ രോഗത്തിൽ നിന്ന് വിടുവിക്കും. എന്റെ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കും. എന്റെ കഷ്ടതയിൽ നിന്ന് എന്നെ കർത്താവ് വിടുവിക്കും. ഈ ലോകത്തിലുള്ള പോരാട്ടത്തിന്റെ നടുവിൽ കർത്താവിന്റെ പക്ഷത്ത് നിന്ന് എനിക്ക് ജയജീവിതം നൽകും എന്നുള്ളത് യഥാർത്ഥമായ ക്രിസ്തീയ സാക്ഷ്യം. അങ്ങനെയുള്ള ജയജീവിതം എല്ലാവർക്കും കർത്താവ് നൽകുമാറാകട്ടെ. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരു തവണ ഞങ്ങളെ ഒന്ന് നീ ദർശിക്കണമേ. നിനക്ക് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ജീവിക്കുവാൻ കഴിയുന്നില്ല കർത്താവേ. ആത്മീയമായി മുൻപോട്ട് പോകണമെന്ന് വളരെ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ ജഡത്തിന്റെ ഇച്ഛകൾ ഞങ്ങളെ കീഴ്പ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജഡത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണമേ ദൈവമേ. ആരൊക്കെയാണ് ഭാരത്താൽ വന്നിരിക്കുന്നത്? ആരൊക്കെയാണ് രോഗത്താൽ വന്നിരിക്കുന്നത്? ആരൊക്കെയാണ് പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോയിരിക്കുന്നത്? അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വലിയ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. ഇപ്പോൾ തന്നെ അവർക്ക് വലിയ വിടുതൽ നീ കൊടുക്കുമാറാകണമേ. അവരുടെ കണ്ണുകളെ നീ തുറക്കുമാറാകണമേ. ഇതാ യേശുക്രിസ്തു എനിക്ക് വിടുതൽ നൽകി എന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി സഹായിക്കണമേ. നിന്റെ നാമത്തിൽ ശക്തിയുണ്ട്. നിന്റെ നാമത്തിൽ വലിയ വിടുതൽ ഉണ്ട്. നിന്റെ നാമത്തിൽ വലിയ ശുദ്ധീകരണം ഉണ്ട്. നിന്റെ നാമത്തിൽ വലിയ മഹത്വം ഉണ്ട് കർത്താവേ. നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ അന്ധകാരത്തിന്റെ ശക്തികളെയും ബന്ധിക്കുകയാണ് പിതാവേ. ദുഷ്ടന്റെ സകല തന്ത്രങ്ങളെയും ഞങ്ങൾ തകർത്തു കളയുകയാണ്. എല്ലാ രോഗത്തിന്റെ ഭാരങ്ങളും നീ ഏറ്റ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വ്യാപരിക്കട്ടെ. പൂർണ്ണ വിടുതൽ ഉണ്ടാകട്ടെ. നിന്റെ നാമത്തിലുള്ള ജയം ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിലുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നു. നിന്റെ വരവ് താമസിക്കുമെങ്കിൽ ഈ ഭൂമിയിൽ വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്നെ ആരാധിക്കുവാൻ, അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ നിന്നോടൊപ്പം ഞങ്ങൾക്ക് വസിക്കുവാനായി നിരന്തരം നിന്റെ രാജ്യത്തിന്റെ അവകാശികളായി ഞങ്ങൾ വാഴേണ്ടതിന് നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുകയാണ് പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.